SSLC ഫിസിക്സ് 2025 മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ കൺട്രിയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള എസിയുടെ ഫ്രീക്വൻസി 50 ഹെർട്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടിൻഡൽ എഫക്റ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഫിനോമിനൻ സ്കാറ്ററിംഗ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് പ്ലെയിൻ മിറേഴ്സിൻ്റെ മേടിലുള്ള റിഫ്ലക്റ്റിംഗ് സർഫസിന് അവിടെ ഒരു ഒബ്ജക്റ്റ് വയ്ക്കുകയാണെങ്കിൽ അവിടെ എത്ര ഇമേജ് ഉണ്ടാവുമെന്നാണ് ചോദ്യം. അതിൽ ആംഗിൾ വന്നിട്ടുണ്ട് 45 ഡിഗ്രി. അങ്ങനെ വെച്ചെങ്കിൽ ആൻസർ 7. നാലാമത്തെ ക്വസ്റ്റ്യൻ, മോട്ടോർ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന ഡിവൈസ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കറക്റ്റ് ഗ്രാഫ് ഓപ്ഷൻ എ. അടുത്തത് സെക്ഷൻ ബി 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ്, വണ്ടികളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏത് മിററാണ്? ആൻസർ കോൺവെക്സ്. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ആണ്, അതുപോലെ വിർച്വൽ ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പവർ കണ്ടുപിടിക്കാനുള്ളൊരു കണക്കാണ്. അതിൽ P1 V1 തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക ഫസ്റ്റ്. പിന്നെ V2 തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് പവർ 25 വാട്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, റേ ഡയഗ്രാം കോപ്പി ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കാനായിരുന്നു. അത് വരയ്ക്കുക. ഇമേജ് ഫോർമേഷൻ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നിയർ ബൈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിലെ ക്വസ്റ്റ്യൻ, ഫിഗർ നോക്കിയിട്ട് ഡിഫക്റ്റ് കണ്ടുപിടിക്കാനാണ്. ഹൈപ്പർമെട്രോപ്പിയാണ് ആൻസർ. ബി ക്വസ്റ്റ്യൻ, ഏത് ടൈപ്പ് ലെൻസാണ് ഈ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്? കോൺവെക്സ് ലെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ടേബിൾ ഫില്ല് ചെയ്യാം. എൻ്റെ ആൻസർ അടുത്തത് സെക്ഷൻ സി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് പ്രൈമറി കോയിലിൻ്റെ വോൾട്ടേജ്, സെക്കൻഡറി കോയിലിൻ്റെ വോൾട്ടേജ്, പ്രൈമറി കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ ഇതിലില്ലാത്തത് സെക്കൻഡറി കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പോൾ അതാണ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് NS = 200 ടേൺസ്. ബി ക്വസ്റ്റ്യൻ, ഈ ട്രാൻസ്ഫോർമറിൽ ഏതിലാണ് തിക്ക് വയർ യൂസ് ചെയ്തിരിക്കുന്നത്? അതായത് പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ? അപ്പോൾ ആൻസർ സെക്കൻഡറി. അടുത്ത ക്വസ്റ്റ്യൻ, ടേബിൾ മാച്ച് ചെയ്യാം. അതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റേ ഡയഗ്രാം തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ആൻസർ ചെയ്യുക ക്വസ്റ്റ്യൻസ്. അതിലെ ക്വസ്റ്റ്യൻ, ഈ ഫിഗറിൽ തന്നിരിക്കുന്നത് ഏത് ഒപ്റ്റിക്കൽ ഫിനോമിനനാണ്? അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് ആൻസർ. അത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഇനി ബി ക്വസ്റ്റ്യൻ, ഈ ലൈറ്റ് റേ വെള്ളത്തിൽ നിന്ന് എയറിലേക്ക് പോവുകയാണെങ്കിൽ ഈ സെയിം ഫിനോമിനൻ ടേക്ക് പ്ലേസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിത്ത് സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ആൻസർ നോ. കാരണം ക്രിറ്റിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ 48.6 ആണ്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ആണ്. അതായത് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാളും ലെസ് ദാൻ ആണ്. അതുകൊണ്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ എ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. അതിൽ ഇക്വേഷൻ ഫസ്റ്റ് ചെയ്തിട്ട് V എന്ന് പറഞ്ഞത് ഇമേജ് ലെങ്ത് ആണ്, U എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റ് ലെങ്ത്ത്. അത് വെച്ചിട്ട് ഫോക്കൽ ലെങ്ത് = -10. അടുത്ത ബി ക്വസ്റ്റ്യൻ, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക. -½ അല്ലെങ്കിൽ -0.5. അടുത്ത ക്വസ്റ്റ്യൻ, LPG ഒരു പെട്രോളിയം പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതിൽ എ ക്വസ്റ്റ്യൻ, മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ബ്യൂട്ടേൻ ആണ്. ബി ക്വസ്റ്റ്യൻ, ഈ LPG സിലിണ്ടറിൽ D25 എന്നുള്ള മാർക്ക് ചെയ്തിരിക്കുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? എക്സ്പയറി ഡേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സി ക്വസ്റ്റ്യൻ, LPG ലീക്കേജ് വഴി ഉണ്ടാവുന്ന ആക്സിഡൻറ്റ് അവോയ്ഡ് ചെയ്യാൻ 2 പ്രിക്കോഷൻസ്. അടുത്ത സെക്ഷൻ ഡി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സർക്യൂട്ടിൽ 2 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ
അത് വെച്ചിട്ട് 2 ohm. ബി ക്വസ്റ്റ്യൻ അമ്മീറ്റർ റീഡിങ് എഴുതുക. I = V/R വെച്ചിട്ട് 3A. സി ക്വസ്റ്റ്യൻ ഹീറ്റ് ജനറേറ്റ് ചെയ്തത് കണ്ടുപിടിക്കുക. V² T/R വെച്ചിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡിവൈസിന് ഡയഗ്രം തന്നിട്ടുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് DC മോട്ടറാണ്, അതുപോലെ അതിൻ്റെ എനർജി ചേഞ്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജിയാണ്. ബി ക്വസ്റ്റ്യൻ എയും ബിയും ലേബൽ ചെയ്യുക. അർമേച്ചർ കോയിലും സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററാണ്. സി ക്വസ്റ്റ്യൻ അർമേച്ചർ കോയിലിൻ്റെ മോഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂള് സ്റ്റേറ്റ് ചെയ്യാം. ഡി ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫങ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ടേബിൾ വന്നിട്ടുണ്ട്, അതിനെ അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. എ ക്വസ്റ്റ്യൻ മീഡിയസിനെ അറേഞ്ച് ചെയ്യാനാണ് പറയണത്. ഗ്ലാസ്, കറോസിൻ, വാട്ടർ, എയർ അങ്ങനെയാണ് വരിക അസെൻഡിങ് ഓർഡറിൽ, സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഓർഡറിൽ. ബി ക്വസ്റ്റ്യൻ ഒരു ലൈറ്റ് റേ വാട്ടർ ടു കറോസിനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് നോർമലിക്ക് ടുവേർഡ്സ് ആണോ എവേ ആണോ എന്നാണ് ചോദ്യം. എന്തുകൊണ്ട്? ടുവേർഡ്സ് നോർമലാണ് വരിക, കാരണം കറോസിനിൽ ലോവർ സ്പീഡാണ്. സി ക്വസ്റ്റ്യൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് 2 × 10⁸ m/s ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫിഗർ വന്നിട്ടുണ്ട്, അതിൽ ഡിസ്പേർഷൻ ഓഫ് സൺലൈറ്റ് ത്രൂ ഗ്ലാസ് പ്രസ് ആണ്. അതിൽ എ ക്വസ്റ്റ്യൻ പിയും ക്യൂവും ഐഡൻറ്റിഫൈ ചെയ്യുക, റെഡും വയലറ്റും. ബി ക്വസ്റ്റ്യൻ ഈ രണ്ട് കളേഴ്സിൻ്റെയും ഡീവിയേഷൻ്റെ ഡിഫറൻസ് വരാൻ കാരണം ആൻസർ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സി ക്വസ്റ്റ്യൻ വണ്ടികളിലെ ടെയിൽ ലാമ്പ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന കളർ ഏതാണ്? ആൻസർ റെഡാണ് യൂസ് ചെയ്യണത്, കാരണം അതാണ് ലീസ്റ്റായിട്ട് സ്കാറ്റർ ചെയ്യണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ എ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് മെൻ ബൈ ട്രാൻസ്മിഷൻ ലോസ്. ബി ക്വസ്റ്റ്യൻ ഈ ലോസ് മിനിമൈസ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. സി ക്വസ്റ്റ്യൻ നമ്മുടെ വീട്ടിലേക്കൊക്കെ എത്തുന്ന ഇലക്ട്രിക് ലൈന് ആദ്യം ഏത് ഡിവൈസിനായിട്ടാണ് ഫസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, ഈ ഡിവൈസിന് യൂസ് എന്തായിരിക്കും? അപ്പോൾ എനർജി മീറ്ററാണ് ആൻസർ. പവർ കൺസപ്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഡി ക്വസ്റ്റ്യൻ MCBയുടെയും സേഫ്റ്റി ഫ്യൂസിൻ്റെയും ഡിഫറൻസ്.